അങ്ങനെ ഫൈനലി ഞങ്ങൾ കുഫ്രിയിലെത്തി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പാക്കേജ് ആയിട്ടാണ് വന്നത്. ഒരാൾക്ക് 2000 റുപ്പീസാണ്. അതിൽ വിച്ച് ഇൻക്ലൂഡ്സ് ജിപ്സി റൈഡ് ആൻഡ് ആപ്പിൾ തോട്ടം വിസിറ്റ്, പിന്നെ 4 അഡ്വഞ്ചേഴ്സ്. പിന്നെ അവിടെ ഒരു മന്ദിരമുണ്ട്, അവിടെയൊക്കെ നമുക്ക് പോയി കാണാം. ആക്ച്വലി ഞങ്ങൾ എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഓഫ് സീസൺ ആയതുകൊണ്ട് ആരും ഇല്ല. എവിടെ നോക്കിയാലും ആരും ഇല്ല, ഞങ്ങൾ മാത്രം. ശരിക്കും അതും ഒരു രസം കേട്ടോ. ഇത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് ഈ ഒരു ഓഫ് സീസണിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. കുറേ കാര്യങ്ങളൊക്കെ ലിയോക്ക് കാണിച്ചു കൊടുത്തു. അവന് നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അവനെല്ലാം കണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ ജിപ്സി റൈഡിന് പകരം ചിലർ ഹോഴ്സ് റൈഡ് പ്രിഫർ ചെയ്യാറുണ്ട്. നമ്മൾ പിന്നെ ലിയോ ചെറുതായതുകൊണ്ട് അത് പ്രിഫർ ചെയ്തിട്ടില്ല. ഞങ്ങൾ അവിടെ വെച്ച് 2 മലയാളീസിനെ കണ്ടിരുന്നു. അവൾ അങ്ങനെയായിരുന്നു വന്നതെന്ന് പറഞ്ഞു. റേറ്റ് എല്ലാം സെയിം ആണ് വരുന്നത്. ഇതാണ് അഡ്വഞ്ചേഴ്സൊക്കെ നടക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ചൂസ് ചെയ്യാം. പല അഡ്വഞ്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വേണം ഞങ്ങൾ ചൂസ് ചെയ്തത് സിപ്പ് ലൈനാണ്. അപ്പോൾ ഫസ്റ്റ് ഏട്ടൻ പറഞ്ഞു, ഞാൻ പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം, എന്നിട്ട് നീ പോയിക്കോ എന്ന്. ആക്ച്വലി ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, സെയിം ഈ കുഫ്രിയിൽ തന്നെ ഈ സിപ്പ് ലൈനിൻ്റെ തന്നെ ഫുൾ സ്നോ ആയിട്ട്. ശരിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും മിസ് ചെയ്തു. ഞാൻ ശരിക്കും ഈ സ്നോ ഉള്ള ടൈമിൽ വരുന്നതായിരുന്നു നല്ലതെന്ന്. അങ്ങനെ ഫസ്റ്റ് ഏട്ടൻ പോയി വന്നിട്ട് എന്നോട് പറഞ്ഞു, അനു കിടിലനാണ്, മിസ് ചെയ്യാനേ പാടിയിട്ടില്ല, നീയും എന്തായാലും പോകണം, പേടിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. ഫസ്റ്റ് എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം ഹൈറ്റും വെള്ളവും എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ എന്തോ അതിൽ കയറി അങ്ങ് ഇരുന്നപ്പോൾ എനിക്കൊരു ധൈര്യം അങ്ങനെ വന്നു. ശരിക്കും പോയപ്പോഴാണ് മനസ്സിലായത്, ഞാനത് പോയിട്ടില്ലെങ്കിൽ എനിക്കത് ഭയങ്കര മിസ്സിങ് ആയിരിക്കുമെന്ന്. ഇനി എവിടെ സിപ്പ് ലൈൻ ഉണ്ടെങ്കിലും ഞാൻ എന്തായാലും ട്രൈ ചെയ്യും, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. പിന്നെ ഞാൻ സിപ്പ് ലൈന് പോയ സമയത്ത് നല്ലോണം ഫോഗെല്ലാം മൂടിയത് കൊണ്ട് എനിക്ക് നല്ല സുഖമുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് അത് തോന്നി. ഞാൻ പോകുന്നത് കണ്ട് ലിയോ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ ഇങ്ങോട്ട് ഇതെങ്ങനെ പോകുന്നതെന്നെല്ലാം വിചാരിച്ച്. ആൻഡ് നെക്സ്റ്റ് വൺ ഞങ്ങൾ ചൂസ് ചെയ്തത്, ഏട്ടൻ ചൂസ് ചെയ്തത് ഈ ഒരു സംഭവമാണ്. നമ്മളിങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകണം. പിന്നെ ഒരു ഊഞ്ഞാൽ പോലുള്ളൊരു സംഭവത്തും കൂടി പോകണം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ എന്നോട് പറഞ്ഞു, അനു കുറേ ടൈം എടുക്കും, മോന് വിശക്കൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവും, ലെറ്റ്സ് ഡ്രോപ്പ് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ അത് ഒഴിവാക്കി. എന്നോട് പറഞ്ഞു ഞാൻ ഇത് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഇത് പുഷ്പം പോലെ കയറി മുകളിലേക്ക്. അപ്പോൾ എനിക്കും ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിൽ 4 അഡ്വഞ്ചേഴ്സ് അതിൽ നിന്ന് പോയി. ശരിക്കും നല്ല രസമാണ് ഇങ്ങനെ അഡ്വഞ്ചേഴ്സ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. പിന്നെ വേറൊരു അഡ്വഞ്ചർ ഞാൻ അവിടെ കണ്ട്, ഞങ്ങൾക്ക് 2 പേർക്കും ട്രൈ ചെയ്യണമെന്നുള്ളത് ഇതേപോലെ തന്നെ ഊഞ്ഞാലിൽ പോയിട്ട് ഒരു നല്ല ഡീപ്പിലേക്ക് ചാടലായിരുന്നു. പക്ഷേ നമ്മൾ ക്യാൻസലായി പോയല്ലോ, 4 എണ്ണല്ലേ ഉള്ളൂ. പിന്നെ ഫൈനലി ഞങ്ങൾ ആപ്പിൾ തോട്ടം വിസിറ്റ്. സത്യം പറഞ്ഞാൽ വലിയ നല്ല ആപ്പിളായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കുഴപ്പമില്ല, സീസണെല്ലാം ആണ്, പക്ഷേ ആപ്പിൾ അധികം ഫ്രഷ് ആയിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കണ്ടില്ലേ, നല്ലോണം ഫോഗ് മൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു ഞങ്ങൾ കുഫ്രി ഡേ.